ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ദേ കോൾ ഹിം OG സിനിമ മിക്കവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിൽ ഇപ്പോൾ അധികം ഓടിയിട്ടില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ OTT വന്നു. 23-24 തീയതി നെറ്റ്ഫ്ലിക്സിലും കണ്ട് OTT വന്നിരുന്നു. അപ്പോൾ പടം കുഴപ്പമില്ല, ഞാൻ കണ്ടിരുന്നു. പടം വലിയതായിട്ട് സെറ്റപ്പ് ഒന്നുമില്ല. ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് തമനണ്ണന്റെ മ്യൂസിക്കാണ്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത BGM-ഉം മ്യൂസിക്കാണ് ഈ പടത്തിന് കൊടുത്തത്. കാരണം വില്ലനാണെങ്കിലും പവൻ കല്യാണം ആണെങ്കിലും ഇമ്രാൻ ഹാഷ്മി ആണെങ്കിലും എല്ലാവർക്കും രണ്ടുപേർക്കും കൊടുത്താൽ BGM-ഉം നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പവൻ കല്യാണക്കാട്ടും കൂടുതൽ സ്വാഗതമായിട്ട് എനിക്ക് തോന്നിയത് ഇമ്രാൻ ഹാഷ്മിയാണ്. കാരണം അടിപൊളി ഒരു പ്രത്യേക സ്വാഗതമാണ് ഇവിടെ ഇത് എല്ലാം കാണാനായിട്ട്. അപ്പോൾ പടത്തിലെ തുടക്കത്തെ ഒരു ടൈറ്റിൽ കാർഡും ആ മ്യൂസിക്കും എല്ലാം കിഡു. ആ സാധനം കിഡുവാണ്. ശരിക്കും പറഞ്ഞാൽ തമ്മെന്ന് പറഞ്ഞ ആള് പടത്തില് മ്യൂസിക് ചെയ്തില്ലായിരുന്നെങ്കിൽ പടം ഒന്നുമില്ല, പടത്തിൽ ഒന്നും കാണാനില്ല. ആ മ്യൂസിക് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് കണ്ടുപോകാൻ പറ്റിയൊരു നല്ല പടം ഞാൻ പറയില്ല. കാരണം നമ്മൾ ലോജിക്കൊക്കെ വെച്ചുകൊണ്ട് കാണാൻ പോയി കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ അവരുടെ പടം അറിയാലോ, അവരങ്ങനെയൊക്കെയാണ്. പിന്നെ അർജുൻ ജാസ് ഉണ്ട് പടത്തില്, പ്രിയങ്ക മോഹൻ, ഇവരൊക്കെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്തതാണ്. പിന്നെ പ്രകാശ് രാജ് നല്ല റോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതിന്റെ മെയിനായിട്ട് നമുക്കിതിന്റെ ടൈറ്റിൽ കാർഡ് നമുക്ക് OTT വന്നപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പോ അതിന്റെ ടൈറ്റിൽ കാർഡ് എടുക്കാം, നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ വീട് നീട്ടിക്കൊണ്ട് പോണില്ല. അപ്പൊ ഇവിടെ തൊട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് കാണാം. മ്യൂസിക് ഒരുപാട് കേട്ടുള്ള കാരണം കോപ്പറേറ്റ് ഉറപ്പായിട്ടും വരും. ഒരു രക്ഷയില്ല മ്യൂസിക് പറഞ്ഞ കിട്ടില്ല. കാരണം ഇവരെ ബാലയുടെ ഒരു ലാസ്റ്റ് പടം കണ്ടില്ല, അതിന്റെ മ്യൂസിക് ആ പടം അങ്ങനെ തന്നെയാണ്. ആ മ്യൂസിക് കൊണ്ട് മാത്രം കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ് അതും, അല്ലെങ്കിൽ ഒന്നുമില്ല പടം. ഇത് പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നിട്ടോ. ഇന്റർവ്യൂ പിന്നെയും കുഴപ്പമില്ല പടം. പടത്തിന്റെ മ്യൂസിക് രക്ഷയില്ല. ഒരു BGM, വില്ലന്റെ BGM അതെ എല്ലാം അടിപൊളി. തമനല്ലാണ്ട് വേറെ ആരെങ്കിലും BGM ചെയ്തിരുന്നെങ്കിൽ അപ്പൊ പടം കൊളുത്തില്ല. പുള്ളിയുടെ ഫാൻസാർക്ക് പറ്റിയൊരു സിനിമയാണ്. നമുക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, കാരണം ലോജിക്ക് നമുക്കൊന്നും പിടിക്കില്ല. കാരണം നമുക്കറിയാലോ. പിന്നെ നല്ല രീതിയിൽ വയലൻസ് പടത്തിൽ കാണിക്കാൻ കേട്ടോ, ഭയങ്കര വയലൻസ് കാണിക്കണം പടത്തിൽ. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് ഒരിക്കലും കാണരുത്, കാരണം അത്രയും പറയാനുള്ളൂ. കാരണം ഭയങ്കര വയലൻസ് ഉണ്ട് പടത്തില്. ഓ, ഇവിടെ തൊട്ടാണ് പടത്തിന്റെ മ്യൂസിക് അവിടെ കൊടുത്തലാണ്, ഒരു രക്ഷയില്ലാത്ത കൊടുത്തല്. എങ്ങനെ പുള്ളിക്ക് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനത്തെ മ്യൂസിക്. രക്ഷയില്ല, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. കാരണം എത്ര പ്രാവശ്യം കണ്ടാലും ഇൻട്രോ മറക്കില്ല, ഇൻട്രോയുടെ മ്യൂസിക് മറന്നുപോല. അടിപൊളി, എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവൂല. പവൻ കല്യാൺ ഇവിടെ പേട പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പടം ഇതാണ് OG. വേറെ പടങ്ങളൊന്നും കണ്ടില്ല. എന്റെ അമ്മ, രക്ഷയില്ല BGM, എങ്ങനെ രക്ഷയില്ലാത്ത BGM, രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി മ്യൂസിക്കിന് കോപ്പറേറ്റ് ഇടുമെന്ന് എനിക്ക് അറിയില്ല. നല്ല കോപ്പറേറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കേണ്ടി വരും. എന്റെ അമ്മോ, ഇവിടെ സാധനം കുഴപ്പമില്ല കേട്ടോ. എന്റെ അമ്മോ, ഇതൊക്കെ OG ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിളിച്ച് പൊട്ട ഇട്ടുപൊട്ട് സാധനം വരച്ചേ. എഡിറ്റർ നവീൻ നൂലി, ഡയറക്ടർ ഫോട്ടോ ഇതൊന്നും ആരൊന്നും അറിയൂല്ലോ എനിക്ക്. മ്യൂസിക് തമൻ നമിച്ചു. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഡയറക്ടർ ബൈ സുജീഷ്. എന്തായാലും OG സെക്കൻഡ് പാർട്ട് എന്തായാലും വരണ്ട്. കാരണം അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ കൊണ്ട് നിർത്തിയാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ എന്തായാലും തമൻ തന്നെ ആയിരിക്കും മ്യൂസിക്. അപ്പൊ അടിപൊളി മ്യൂസിക് ഒക്കെ ആയിരിക്കും എന്തായാലും ഉറപ്പായിട്ടും. ഇനി പുള്ളിയുടെ അടുത്ത പടം ഏതൊന്നും അറിയില്ല. എന്തായാലും പടം വന്ന് തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ അറിയണം ശരിക്കും പറയണേ പടം വരുന്നതൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തത് നമുക്കിനി ലോക്കയുടെ റിലീസ് നാളെ നമുക്ക് റിലീസ് ആവണം. പിന്നെ അതിന്റെ ടൈറ്റിൽ കാർഡും ഇന്റർവൽ ഫൈറ്റ്സ്, ക്ലൈമാക്സ്, ഓരോരോ ഇൻട്രോ അതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ടായിട്ട് വരണം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.